ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഒരു 2 ഇയേഴ്സ് ബാക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് കുറച്ച്. അതിലൊരു വീഡിയോയ്ക്ക് ഒരു 24K വ്യൂസ് പോയിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കുറേ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മളിപ്പോൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഈ വീഡിയോസിലുണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ചെമ്മീൻ തോരനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചെമ്മീൻ പീര ഒതുക്കിയതെന്നും കൂടെ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി നമ്മൾ ഗ്യാസിലേക്ക് വെക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചെമ്മീൻ ആഡ് ചെയ്യുക, കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്യുക. ഇവിടെ വെച്ചത് ക്യാമറ ഓഫായി പോയായിരുന്നു. അപ്പോൾ ഇനിയുള്ള സ്റ്റെപ്പ് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ക്യാമറ കറക്റ്റാണോ, ആംഗിൾ കറക്റ്റാണോ, കിട്ടുന്നുണ്ടോ, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഇനി ചെയ്യേണ്ടത് കുറച്ച് കുടംപുളി, അതായത് ഒരു 2 കഷ്ണം കുടംപുളി, നമ്മൾ മീൻകറിക്കൊക്കെ ഇടുന്ന കുടംപുളി അതിടുക. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ തിളയ്ക്കണം. ഇത് നല്ലപോലെ തിളച്ച് ഈ വെള്ളം വറ്റി വരണം. ഇതാണ് ഇതിൻ്റെ പാകം. കാരണം നമുക്ക് ആ പുളിയൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ ചെമ്മീനിലേക്ക് പുളിയൊക്കെ നല്ലപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് മെയിൻലി എരിവുള്ള കറിയല്ല, കുറച്ച് എരിവ്, അതായത് ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇനി ഇതിൽ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരണ്ടിയത് കുറച്ചിടണം. അപ്പോൾ തേങ്ങ ചിരണ്ടിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു കുഞ്ഞുള്ളി ഇല്ലേ, നമ്മുടെ കുഞ്ഞുള്ളി, ഒരു 3-4 കുഞ്ഞുള്ളി എടുക്കുക. പിന്നെ തേങ്ങ ചിരണ്ടിയതും ഈ മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് മിക്സിയിലിട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക, ഒന്ന് ഒതുക്കിയെടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ അതേപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതിലുള്ള കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒന്ന് പറ്റി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി. അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ, കാരണം ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. പിന്നെ കുറച്ച് വേപ്പിലയും ഇട്ടിട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഈ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ചാൽ അധികം എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണ്. നമുക്ക് മുളക് പൊടി യൂസ് ചെയ്യേണ്ടവർക്ക് മുളക് പൊടി യൂസ് ചെയ്യാം. ഇത് മുളക് പൊടി യൂസ് ചെയ്യാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഇതിലുണ്ടാകും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ, ട്രൈ